ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഹെയറി ബോയ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും രാവിലെ ഞാൻ ഈ മൺവെട്ടിയെ കൊണ്ട് എങ്ങോട്ടാണെന്ന്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ബ്രഹ്മി കൃഷിയാണ്. ബ്രഹ്മി എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ ഇതൊരു സാധാരണ ചെടിയായിട്ട് തോന്നുള്ളൂ, പക്ഷേ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു അപ്പുറമാണ്. എന്തിന് എന്റെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ ബ്രഹ്മിയാണ്. ഞാൻ എന്റെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനവും ബ്രഹ്മിയാണ്. നമ്മുടെ മുടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് ഈ ഒരൊറ്റ സാധനം മതി. അപ്പൊ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം നല്ല വളമുള്ള കുറച്ച് മണ്ണ് വെട്ടി ചട്ടിയിലോട്ട് വെക്കുക. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. അതേതാ ആവശ്യമില്ലാത്ത കല്ലും കമ്പുമൊക്കെ ഒന്ന് പറക്കി കളയുക. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ച് കുഴച്ച് നല്ലൊരു ചെളി പരുവത്തിലാക്കി എടുക്കുക. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ചെളി പരുവം. ഇനി ഈ ചെടി ഓരോന്നായിട്ട് നമുക്ക് നടാം. ഞാൻ നേരത്തെ നട്ട കറ്റാർവാഴയുടെ സൈഡിൽ നിൽപ്പുണ്ട്. മുടി വളർച്ചയുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്കും ഒരു ഉത്തമ മരുന്നായിട്ട് പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് ഈ ബ്രഹ്മി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇത് അറിയാൻ വഴിയില്ല. നമ്മുടെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരുപാട് അസുഖങ്ങൾക്ക് ഉത്തമ മരുന്നായിട്ട് പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു സാധനമാണിത്. ബ്രഹ്മി നടുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം നടാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ പാടത്തും കുളത്തിന്റെ സൈഡിലൊക്കെയാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈർപ്പുണ്ട്. ഈ ഒരു സാധനത്തിന് വളരണമെങ്കിൽ അത്രത്തോളം ഈർപ്പം ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തതുപോലെ വൃത്തിയാക്കി തിരിച്ചു വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തള്ള എന്നെ ആറയും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.